എണ്ണം ഒന്ന് തന്നെയാണ്. അപ്പോൾ ഫസ്റ്റ് പോയിന്റ്, നമ്മുടെ സൃഷ്ടാവിനെ അറിയുക. നമ്മളെ സൃഷ്ടിച്ച ആളെ, നമ്മളെ മാത്രമല്ല നമ്മളെയും ഈ പ്രപഞ്ചത്തെയും സൃഷ്ടിച്ച നാരായണനെ നമ്മൾ അറിയുക. രണ്ടാമത്തേത്, ആ നാരായണൻ എവിടെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിലാണ്. അപ്പം ബാക്കി 33 കോടി ദൈവങ്ങളെ നമ്മൾ മറക്കുക. അതാണ് സെക്കൻഡ് പോയിന്റ്. 33 കോടി ദൈവങ്ങളെ നമ്മൾ മറക്കുക. മൂന്നാമതായിട്ട് പറയുന്നത്, നമ്മളിപ്പം ദൈവിക തലത്തിലേക്ക് എത്തിച്ചേർന്നായിട്ട് സങ്കല്പിക്കുക, നമ്മൾ ഭഗവാന്റെ കൂടെ എത്തിച്ചേർന്നു. അപ്പം നമ്മൾ ചിന്തിക്കുക, ഭഗവാൻ 3 മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നു: പോസിറ്റീവ്, നെഗറ്റീവ്, ന്യൂട്രല്. പോസിറ്റീവായിട്ടിരിക്കുന്നതിനെ നമ്മൾ സാത്വികം എന്ന് പറയും, നെഗറ്റീവായിട്ടിരിക്കുന്നതിനെ താമസം എന്ന് പറയും, ന്യൂട്രലായിട്ടിരിക്കുന്നതിനെ നമ്മൾ രാജസം എന്ന് പറയും. അപ്പോൾ ഈ 3 തരം സ്വഭാവമുള്ള മനുഷ്യരാണ് ഈ ലോകത്ത്. ഇവരാണ് ത്രിമൂർത്തികൾ. അപ്പോൾ നന്മയുള്ളത്, അവനവനും ലോകത്തിനും വേണ്ടി നന്മ ചെയ്യുന്ന ആളുകളാണ് സാത്വികന്മാർ. അവരുടെ ദൈവമാണ് വിഷ്ണു. അതായത് അവരെ ദേവന്മാരെന്ന് പറയും. സാത്വികന്മാരെന്ന് പറയുന്നത് ദേവന്മാരാണ്. അത് ഈ ലോകത്ത് 33% ആളുകളാണ് നേരിട്ട് ദൈവത്തെ വിളിക്കുന്ന, സത്യദൈവത്തെ വിളിക്കുന്ന, ജീവനുള്ള ദൈവത്തെ വിളിക്കുന്ന ആളുകളാണ് ദേവന്മാർ. അവർ നന്മ മാത്രമേ ചെയ്യത്തുള്ളൂ. അവർക്കും ലോകത്തിന് നന്മ ചെയ്യുന്നവരാണ് ദേവന്മാർ. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ജൂതന്മാര്, ക്രിസ്ത്യാനികളെ, പിന്നെ ഹിന്ദുക്കളിലെ ഇപ്പോഴില്ല, നേരത്തെ വന്ന അവതാരങ്ങളെ, യോഗീശ്വരന്മാര്, മുനീശ്വരന്മാര്, ഋഷീശ്വരന്മാര്, ഇങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. ഇവരെല്ലാം നേരിട്ട് ദൈവത്തെ ധ്യാനിച്ച് അതിൽ നിന്നും അറിവുകൾ നേടി ലോകത്തിന് സംഭാവന ചെയ്തവരാണ്. അപ്പോൾ ഇന്ത്യക്കാരല്ലേ, ഭാരതീയരെന്ന് പറയുന്ന ആത്മീയ തലത്തിലാണ് സംഭാവന ചെയ്തതെങ്കിൽ പാശ്ചാത്യര് ഭൗതിക തലത്തിലാണ് സംഭാവന ചെയ്തത്. ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ഈ ഫോണ് പോലും, നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ വസ്തുക്കളും അവരുടെ സംഭാവനയാണ്. അപ്പോൾ അവർ ഉയർന്ന ബോധതലം ഉള്ളവരും അവർക്കും ലോകത്തിന് നന്മ ചെയ്യുന്നവരാണ് സാത്വികന്മാർ. ഇവർ സ്വർണത്തിന് തുല്യമുള്ള ആളുകളാണ്. അപ്പോൾ സ്വർണം മാത്രം മതിയോ ലോകത്ത് ജീവിക്കാൻ? വെള്ളി ഇരുമ്പൊന്നും വേണ്ടേ? അപ്പോൾ സ്വർണത്തിന് സമമായിരുന്നവർ ദേവന്മാർ. അവരിന്ന് ലോകത്തുണ്ട്. നന്മയുള്ളവരെല്ലാം ദേവന്മാരാണ്. പിന്നെ അതിന്റെ നേരെ ഓപ്പോസിറ്റാണ് തിന്മയുള്ളവർ. ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ദേവന്മാരുടെ പെർസെൻറ്റേജ് ഞാൻ പറഞ്ഞല്ലോ, 33% പാടുള്ളൂ. അസുരന്മാരെന്ന് പറയുന്നതാണ് ഇതിന്റെ ഓപ്പോസിറ്റ്. ഇവരെന്ന് പറഞ്ഞാൽ തിന്മ ചെയ്യുന്നവരാണ്. അവർക്കും ലോകത്തിനും നാശം വരുത്താൻ വേണ്ടി നടക്കുന്ന ആളുകളാണ് ഈ അസുരന്മാരെന്ന് പറയുന്നത്. അവർ ഈ ലോകത്ത് 33% ശരിക്കും വേണ്ടത്. അപ്പൊ ഇവരുടെ ദൈവമാണ് ശിവൻ. അപ്പൊ എല്ലാ അസുരന്മാരും എന്താ പറയുന്നത്, ശിവാരാധകരാണ്. പക്ഷെ ശിവാരാധകരെല്ലാം അസുരന്മാരല്ല. ശിവനെ ആരാധിക്കുന്നവരെല്ലാം അസുരന്മാരല്ല. പക്ഷെ എല്ലാ അസുരന്മാരും ശിവാരാധകരാണ്. ശിവൻ തന്നെയാണ് അള്ളാഹു. ആ കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിനെക്കുറിച്ച് ഞാൻ ഒരുപാട് നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇപ്പം പറയാൻ സമയമില്ല. അപ്പൊ ശിവനെ ആരാധിക്കുന്ന ശിവൻ എന്ന് പറഞ്ഞ ഭഗവാൻ ശിവൻ എന്ന് പറഞ്ഞ സംഹാരമൂർത്തിയാണ്. ശിവനെ എല്ലാം നശിപ്പിക്കുന്ന ആളാണ്. അപ്പൊ ശിവന്റെ ആളുകൾ എന്താ ചെയ്യുക? അവര് ലോകത്തെ നശിപ്പിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ ഇന്ന് ഈ ലോകത്ത് എന്ന് പറയുന്നത് ഇത് കലിയുഗത്തിന്റെ അവസാനമാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. കലിയുഗം തീരാൻ സമയമായി വരുന്നു. ഓരോ അവതാരം ഭൂമിയിൽ വരുമ്പോഴും ഓരോ മഹായുദ്ധങ്ങൾ ഉണ്ടാവും. ശ്രീരാമാവതാര കാലത്ത് രാമരാവണ യുദ്ധം ഉണ്ടായി. ശ്രീകൃഷ്ണാവതാര കാലത്ത് കൗരവ പാണ്ഡവ യുദ്ധം, അതായത് കുരുക്ഷേത്ര യുദ്ധം ഉണ്ടായി. ഇത് കൽക്കി അവതാര കാലമാണ്. നമ്മളെല്ലാം കൽക്കികളാണ്.